ഹായ്, ഇന്ന് സെപ്റ്റംബർ 13. ഇന്നാണ് ജർമ്മനിയിലെ ടുംബിംഗനിലെ ഓണം ഫംഗ്ഷൻ. റെഡിയാവാൻ വേണ്ടി രാവിലെ തന്നെ എണീറ്റ്. കാരണം ഹാഫ് സാരി എടുക്കണം, പിന്നെ ഇവിടെ നിന്ന് പോകണം. ബസ്സിൽ 30 മിനിറ്റ് ഉണ്ട് പ്രോഗ്രാം സ്ഥലത്തെത്താൻ. റെഡിയായി ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ്, അതുകൊണ്ട് റെഡിയായിട്ടുള്ള വീഡിയോ എനിക്ക് വീട്ടിൽ വെച്ച് എടുക്കാൻ പറ്റില്ല. പിന്നെ വരുന്ന വഴിക്കായി വീഡിയോ എടുത്തേ. പിന്നെ നേരെ പ്രോഗ്രാം ഹാളിലേക്ക് കയറി. അപ്പോഴേക്കും പ്രോഗ്രാം ഓർഗനൈസേഴ്സൊക്കെ ആയിട്ട് മാവേലിയുടെ എൻട്രി ആയിരുന്നു. പറക്കണ പൂവേ 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 കളറാവട്ടെ, ചിരി 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 ചിരിക്കണ ചുണ്ടേ 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 പവറാവട്ടെ, മുല്ലേ 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 മുടിമേലെ മണ്ണ പരത്തണം, മലയാളക്കരയിളക്കണം, വിളമ്പാനായില നിരത്തണം, ഒരു ജീവ മൂട് അത്തം മൂട് ഏത് മൂട് പുക്കള മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സത്യ മൂട് ഏത് മൂട് പായസ മൂട് ഏത് മൂട് പപ്പടം മൂട് ഏത് മൂട് ഓണം മൂട് ഏത് മൂട് അത്തം മൂട് ഏത് മൂട് പുക്കള മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സത്യ മൂട് ഏത് മൂട് പായസ മൂട് ഏത് മൂട് പപ്പടം മൂട് ഏത് മൂട് ഒളി മൂട്. പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ സദ്യ കഴിക്കേണ്ട സമയമായി. ഞാൻ ജർമ്മനിയിൽ വന്നിട്ട് 2 മാസമായി. അതുകൊണ്ട് നാട്ടിലെ ചോറും എല്ലാം മിസ് ചെയ്യും. പക്ഷേ ഇവിടെ സദ്യ കണ്ടപ്പോൾ ആ വിഷമം എല്ലാം അങ്ങ് മാറി. പിന്നെ സദ്യ കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തു പോയി കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ കുറേ പേരെ പരിചയപ്പെടാൻ പറ്റി. പിന്നെ സദ്യ എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും അടുത്ത പ്രോഗ്രാം എല്ലാം സ്റ്റാർട്ടായി. പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് DJക്കുള്ള ടൈമായി. എല്ലാം കഴിഞ്ഞപ്പോൾ രാത്രി 7:30. അങ്ങനെ 7:30 കിട്ടിയ ബസ്സിൽ ഞാൻ വീട്ടിലേക്ക് പോകുക. ഇവിടെ ഒരു 7 മണിയാകുമ്പോൾ തന്നെ എല്ലാവരും ഉറങ്ങാൻ പോകും. അതുകൊണ്ട് രാത്രി ആരും പുറത്ത് കാണത്തില്ല. ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോകാനും വലിയ കുഴപ്പമൊന്നുമില്ല ഇവിടെ. നമ്മുടെ നാട്ടിലത്തെ പോലെ ആരും ശല്യം ചെയ്യാനോ ആരെങ്കിലും ചോദിക്കാനോ ഒന്നുമില്ല ഇവിടെ. അങ്ങനെ വീട്ടിലെത്തി. പിന്നെ ഇന്നത്തെ പ്രോഗ്രാമിൽ എൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു. പിന്നെ ജർമ്മനിയിൽ വന്നിട്ട് എൻ്റെ ആദ്യത്തെ പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പേടിച്ച്. അതും എല്ലാവരും കാണണം. അപ്പോൾ ബൈ.